കൽപ്പറ്റയിൽ നിന്നാണ് സുജിത്ത് ഇപ്പത്ത് ചേരുന്നത്. സുജിത്ത്, കഴിഞ്ഞ ദിവസം മണ്ഡലം ഇളക്കിമറിച്ചുകൊണ്ട്, വയനാടിനെ ഇളക്കിമറിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ അവിടെ ഉണ്ടായിരുന്നുവല്ലോ. LDF ഏത് തരത്തിലാണ് അതിന് മറുപടി നൽകുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിത്ത്? ഉന്മേഷ, രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് മറുപടിയായി തന്നെയാണ് ഇന്ന് LDFന്റെ റാലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റ SKMJ സ്കൂൾ പരിസരത്ത് നിന്നുമാണ് റാലി തുടങ്ങിയത്. നിരവധി ആളുകൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ എങ്ങനെയാണോ രാഹുൽ ഗാന്ധിയുടെ റാലി ബത്തേരിയിലും അതോടൊപ്പം തന്നെ പുൽപ്പള്ളിയിലും മാനന്തവാടിയിലും വെള്ളമുണ്ടയിലും പടിഞ്ഞാറത്തറയിലും നടന്നതെങ്കിൽ അതിന് സമാനമായ വിധത്തിലുള്ള വലിയ രീതിയിലുള്ള ആവേശത്തോടുകൂടി പ്രവർത്തകർ ഇതിനകത്ത് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. SKMJ സ്കൂൾ പരിസരത്ത് നിന്ന് നേരെ ഈ റാലി കടന്നു പോകുന്നത് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ്. LDFന്റെ നേതാക്കളുടെ എല്ലാം ഒരു നിര തന്നെ നമുക്ക് കാണാൻ കഴിയും. CPIMന്റെ ജില്ലാ സെക്രട്ടറി P ഗഗാറിൻ, CPIയുടെ നേതാക്കളായിട്ടുള്ള EJ ബാബു, PK മൂർത്തി, അതോടൊപ്പം LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവീനറായിട്ടുള്ള LDFന്റെ ജില്ലാ കൺവീനറായിട്ടുള്ള CK ശശീന്ദ്രൻ, LDFന്റെ നേതാക്കളായ OR കേളു MLA, അനിൽകുമാർ, ജുനൈദ് കൈപ്പാണി അടക്കമുള്ള മുഴുവൻ നേതാക്കളും ഈ റാലിയുടെ മുൻനിരയിലുണ്ട്. ഈ റാലിക്ക് തൊട്ട് പിറകിലായി സ്ഥാനാർത്ഥി ആനി രാജയും ഇതിനെ അനുധാവനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. CPIയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം ഈ മണ്ഡലത്തിൽ നിലവിലുണ്ട്. കാരണം സ്ഥാനാർത്ഥി പ്രചരണത്തിലടക്കം ഏറെ മുൻപന്തിയിലാണ് ആനി രാജ എന്നുള്ളതാണ് CPI അവകാശപ്പെടുന്നത്, LDF അവകാശപ്പെടുന്നത്. അതായത് ഈ കഴിഞ്ഞ മാസം 1-ാം തീയതി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന്റെ തൊട്ട് പിന്നാലെ തന്നെ ആനി രാജ മണ്ഡലത്തിലേക്ക് എത്തിയിരുന്നു. ഇവിടെ പ്രചാരണ രംഗത്ത് എല്ലാ മുക്കിലും മൂലയിലും, മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്തി പ്രചാരണം നടത്താൻ അവർക്ക് ആയിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണ് LDFനെ സംബന്ധിച്ചുള്ളത്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കും എന്നുള്ള തരത്തിലുള്ള അത്തരത്തിൽ ഒരു നിലപാട് ഇവരെ സംബന്ധിച്ച്, CPIയെ സംബന്ധിച്ച് അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഇന്ത്യ മുന്നണിയിലെ രണ്ട് സമുന്നതരായ നേതാക്കൾ മുഖാമുഖം മത്സരിക്കാൻ സാധ്യതയില്ല എന്നുള്ള തരത്തിലുള്ള ആത്മവിശ്വാസം അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കേരള ഘടകത്തിന്റേതടക്കമുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി വീണ്ടും ഇവിടെ മത്സരരംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം വന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ നേർക്കുനേർ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണ വലിയ വോട്ട് ശതമാനത്തിൽ 13% കുറവാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ PP സുനീറിന് ഉണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധിക്ക് മൃഗീയ ഭൂരിപക്ഷം ലഭിച്ച ഒരു മണ്ഡലമാണിത്. അതുകൊണ്ട് തന്നെ ശരി സുർജിത്ത്, ഏതായാലും കൽപ്പറ്റയിൽ ഇപ്പോൾ LDFന്റെ റാലി നടക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് മറുപടി എന്നോണമാണ് LDFന്റെ റാലി അവിടെ നടക്കുന്നത്.